ഹായ്, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പപ്പായ്ക്കും മമ്മിക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ് പപ്പ, ഹായ് മമ്മി എന്ന് പറഞ്ഞേ. പപ്പായ്ക്കും മമ്മിക്കും ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തേ. പപ്പായ്ക്കും മമ്മിക്കും ഒരു യോ കൊടുത്തേ. നിങ്ങൾക്കറിയാം. മക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പപ്പായോടും മമ്മിയോടും നിങ്ങൾ ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, അവിടെ ജോനത്താൻ ഇന്ന് ചിരിക്കുന്നു. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പപ്പായോടും മമ്മിയോടും പറഞ്ഞിട്ടില്ല. പപ്പായ്ക്കും മമ്മിക്കും ഉമ്മ കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയാം. അതുകൊണ്ട് അവിടെ ഇരുന്ന് ജോയലിരുന്ന് ചിരിക്കുന്നു, റോബിനിരുന്ന് ചിരിക്കുന്നു. പലർക്കും നമ്മൾ നമ്മുടെ പപ്പായോടും മമ്മിയോടും ഐ ലവ് യു പറയാറില്ല, അവർക്ക് ഉമ്മ കൊടുക്കാറില്ല. പക്ഷേ ഞാനൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർക്കട്ടെ. നിങ്ങളുടെ മൊബൈലിന് നിങ്ങൾ എത്ര വട്ടം ഉമ്മ കൊടുത്തിട്ടുണ്ട്? നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഇഷ്ടപ്പെടും എത്ര വട്ടം? അത് തറ വീണാൽ ഉടഞ്ഞു പോകും. നമ്മൾ ഇത്രത്തോളം പരിപാലിക്കുന്ന, എല്ലാം തരുന്ന പപ്പായ്ക്കും മമ്മിക്കും ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല, ഐ ലവ് യു പറയാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാം കഴിയുമ്പോൾ ഓടിച്ചെന്ന് പപ്പായെ കെട്ടിപ്പിടിച്ച് പപ്പ ഐ ലവ് യു ഒരു ഉമ്മ, മമ്മിയെ കെട്ടിപ്പിടിച്ച് മമ്മി ഐ ലവ് യു ഒരു ഉമ്മ കൊടുക്കണം. അതിനേക്കാൾ ഉപരിയായി പപ്പായും മമ്മിയും നമുക്ക് തന്ന ദൈവത്തോട് പറയാൻ പറ്റണം, യെസ് ജീസസ് ഐ ലവ് യു, യേശുവിനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഉറക്കെ പറയാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വളരാം. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടോ? എല്ലാവരുടെ പടകിൽ യേശു ഉണ്ടോ? യേശു കർത്താവ് കൂടെയുള്ള പടക് എങ്ങും മുങ്ങത്തില്ല കേട്ടോ. എല്ലാ ദിവസവും സന്തോഷമായിട്ട് ഓടും. അങ്ങനെയെങ്കിൽ ആ അർത്ഥം വരുന്ന ഒരു കൊച്ചു പാട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്, അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും ഭീതി എനിക്കില്ല. അലകളൊന്നും അടിക്കത്തില്ലെന്ന ചിലരുടെയൊക്കെ വിചാരം. യേശുപ്പച്ചൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെട്ടിരിക്കുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. അങ്ങനെയെങ്കിൽ അലകളൊക്കെ ചിലപ്പോഴൊക്കെ പടകിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ തെല്ലും പേടി എനിക്കില്ല. കാരണം എന്താ? എൻ്റെ പടകിൽ ആരുണ്ട്? യേശുപ്പച്ചനുണ്ട്. അതുകൊണ്ട് ആനന്ദമായി പോകാം, ആഘോഷമായി നമുക്ക് പാടാം. അമരക്കാരൻ യേശുവുണ്ട്, അക്കരെ എത്തിക്കും നിശ്ചയമായി. എന്ത് പ്രതികൂലമാണെങ്കിലും കർത്താവ് അപ്പച്ചൻ നമ്മളെ അക്കരെ എത്തിക്കുവാൻ പടകിൽ അമരക്കാരനായിട്ടുണ്ട്. അങ്ങനെ ഉറപ്പുള്ള കൂട്ടുകാർക്ക് ഈ പാട്ട് നമുക്ക് പഠിക്കാം. ആർ യു റെഡി? ഞാനൊന്ന് പാടാം, നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. ആനന്ദമായി പോയിടാം, ആഘോഷമായി പാടിടാം. അമരക്കാരൻ യേശുവുണ്ട്, അക്കരെ എത്തിക്കും നിശ്ചയമായി. അമരക്കാരൻ യേശുവുണ്ട്, അക്കരെ എത്തിക്കും നിശ്ചയമായി. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. കൊച്ചു പാട്ടാ, പെട്ടെന്ന് പഠിക്കാം അല്ലേ? ഞാൻ ഓരോ വരി പാടിത്തരാം, ഏറ്റുപാടുവോ? ഓക്കെ. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. പഠിക്കേ. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. പഠിക്കേ. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. പേടിയുണ്ടോ? ചില കൂട്ടുകാർക്ക് അയ്യോ ഒരു പേടിയൊക്കെ ഇടയ്ക്ക് വരും അല്ലേ? പക്ഷെ ഓർത്തോണം, ആരാ കൂടെ ഇരിക്കുന്നത്? അമരക്കാരൻ ആരാ? യേശുപ്പച്ചൻ. അതുകൊണ്ട് എങ്ങനെയാ നമുക്ക് പോകുന്നത്? ആനന്ദമായി പോയിടാം, ആഘോഷമായി പാടിടാം.
അമരക്കാരനീശുവുണ്ട് അക്കരെ എത്തിക്കും നിശ്ചയമായി. അമരക്കാരനീശുവുണ്ട് അക്കരെ എത്തിക്കും നിശ്ചയമായി. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. പഠിച്ചോ കൂട്ടുകാരെ? അപ്പം നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ഷൻ ഇടാം. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും ഭീതി എനിക്കില്ല. അതുകൊണ്ട് ആനന്ദമായി പാടിടാം, ആഘോഷമായി പാടിടാം. അമരക്കാരൻ യേശുവുണ്ട് അക്കരെ എത്തിക്കും നിശ്ചയമായി. നമുക്ക് ചേർന്ന് പാടാം. ആർ യു റെഡി? ഓൾ സ്റ്റാൻഡ് അപ്പ്. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. ആനന്ദമായി പോയിടാം, ആഘോഷമായി പാടിടാം. അമരക്കാരൻ യേശുവുണ്ട് അക്കരെ എത്തിക്കും നിശ്ചയമായി. അമരക്കാരൻ യേശുവുണ്ട് അക്കരെ എത്തിക്കും നിശ്ചയമായി. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. എൻ്റെ പടകിൽ യേശുവുണ്ട്, എന്നെ പാലിപ്പാൻ കൂടെയുണ്ട്. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. അലകൾ പടകിൽ ആഞ്ഞടിച്ചാൽ തെല്ലും പേടി എനിക്കില്ല. അട്ടെ കൂട്ടുകാരെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഓരോ ദിവസവും പോകുമ്പോൾ അലകളൊക്കെ വരുമ്പോൾ ഭയപ്പെടരുത്. ആരാ കൂടെയുള്ളത്? അമരക്കാരനായിട്ടുള്ള യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അക്കരെ എത്തിക്കും നിശ്ചയമായി. ഈ പാട്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ പാടി ധൈര്യപ്പെടുവാനായിട്ട് ഇടയാവണം. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ. മക്കളെ, എന്ത് സുന്ദരമായ സൂപ്പർ പാട്ടായിരുന്നു. എൻ്റെ പടകിൽ യേശു ഉണ്ട്. അതാ വേണ്ടുന്നത്. നമ്മുടെ പടകിൽ യേശു ഉണ്ടെങ്കിൽ അത് കരയ്ക്ക് അടുക്കും. യേശു ഇല്ല എങ്കിൽ മുങ്ങിപ്പോകും. കപ്പിത്താൻ ക്രിസ്തു ആണെങ്കിൽ ഏത് കോളിളക്കമായാലും വെള്ളപ്പൊക്കമായാൽ തിരമാലയായാലും അതിനെ താണ്ടി കരയ്ക്ക് അടുപ്പിക്കും. എന്നാൽ ക്രിസ്തു ഇല്ലാത്ത ഒരു പടക്, ക്രിസ്തുവാകുന്ന കപ്പിത്താനില്ലാത്ത ഒരു പടക്, അത് മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. നമ്മുടെ ജീവിതമാകുന്ന ഈ നൗക മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തു ആകുന്ന കപ്പിത്താൻ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഈസ് ദർ ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്? ക്രിസ്തു ജീവിതത്തിലുണ്ടോ? ക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പടക് മുങ്ങുകയില്ല. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, സന്തോഷമാണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? കഥ കേൾക്കുന്ന ഇഷ്ടമല്ലേ? നമുക്കൊരു കഥ കേൾക്കാം. ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു സ്ത്രീയുടെ പേരാണ് രൂത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രൂത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ രൂത്ത്? വേദപുസ്തകത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൈവഭക്തിയായ സ്ത്രീയാണ് ആര്? രൂത്ത് എന്ന് പറയുന്നത്. കഥ കേൾക്കാം നമുക്ക്. ഒരു ദിവസം ഒരു വലിയ ഗ്രാമം, ഏത് ഗ്രാമമാ? ബെത്ലഹേം എന്ന് പറയുന്ന ഗ്രാമം. ഗ്രാമത്തിൽ ഒരു പിതാവും ഒരു മാതാവും 2 മക്കളും ജീവിച്ചിരുന്നു. ഈ ബെത്ലഹേമിൽ എന്തുണ്ടായി? ഒരു വലിയ ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ ഈ പിതാവും മാതാവും മക്കളും കൂടെ ക്ഷാമമുണ്ടായപ്പോൾ ഈ ബെത്ലഹേമിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി. ഈ സ്ത്രീയുടെ പേരെന്താണെന്നറിയാമോ? സ്ത്രീയുടെ പേരാണ് നവോമി. ഈ സ്ത്രീയും തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും മറ്റൊരു നാട്ടിൽ പോയി അവിടെ ചെന്ന് അവരുടെ ജീവിതത്തെ അവിടെ ക്രമീകരിച്ചു. അങ്ങനെ അവർ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു. അവിടെ നിന്ന് 2 സ്ത്രീകളെ തൻ്റെ മക്കൾക്ക് ഭാര്യമാരായിട്ട് കിട്ടി. അതായത് മൂത്തവന് ഓർപ്പ എന്ന സ്ത്രീയെയും ഇളയവന്
രൂത്ത് എന്ന സ്ത്രീയെയും. അങ്ങനെ അവർ ജീവിച്ച് മുൻപോട്ടിങ്ങനെ സന്തോഷത്തോടെ പോകുമ്പോൾ മറ്റൊരു വലിയ പ്രശ്നമുണ്ടായി. എന്താണെന്നറിയാമോ? ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മാത്രമല്ല, ആ 2 മക്കളും മരിച്ചു. ഇപ്പോൾ ആര് മാത്രമുണ്ട്? ഈ നവോമിയും ഓർപ്പയും രൂത്തും മാത്രം. ഒന്ന് ഓർത്ത് നോക്കിയേ, കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോഴും ജീവിതത്തിൽ പിന്നെയും പ്രയാസം. നവോമി വളരെ വിഷമിച്ചു. നവോമി കരഞ്ഞു. നവോമി തൻ്റെ ഈ മരുമക്കളായ ഓർപ്പയോടും രൂത്തിനോടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലോട്ടങ്ങ് പൊക്കോ. നിങ്ങളെയും കൊണ്ട് ഞാൻ ഇനി എവിടെ പോകാനാ? ഞാൻ എൻ്റെ സ്വന്തം ദേശത്തേക്ക് പോകുക. ഇനി എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഓർപ്പ പറഞ്ഞു, ശരി അമ്മേ, ഞാൻ എന്നാൽ എൻ്റെ വീട്ടിലോട്ട് പോവുക. അവളെ സന്തോഷത്തോടെ ഈ അമ്മായിയമ്മയായിരിക്കുന്ന നവോമി പറഞ്ഞു വിട്ടു. രൂത്ത് വന്നു അമ്മായിയമ്മയോട് പറഞ്ഞു, ഞാൻ പോത്തില്ല, ഒരിക്കലും നിന്നെ വിട്ടുപിരിയുവാനായിട്ട് ഞാൻ ശ്രമിക്കത്തു പോലുമില്ല. എന്നാൽ നവോമി വളരെ നിർബന്ധിച്ചു, എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ഒരു രക്ഷയില്ല, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നീ നിൻ്റെ വീട്ടിൽ പോ, നിനക്ക് സുഖമായിട്ട് ജീവിക്കാം, മറ്റൊരു കല്യാണം കഴിക്കാം, നിനക്ക് ജീവിക്കാമല്ലോ. എന്തിനാ എൻ്റെ കൂടെ വരുന്നത്? ഒരു പ്രതീക്ഷയുമില്ല, എങ്ങനാ ജീവിതമെന്ന് പോലും അറിയത്തില്ല. വളരെ വിഷമത്തോടായാലും ഈ രൂത്ത് പറഞ്ഞു, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപിരിയത്തില്ല. നിൻ്റെ കൂടെ മരണമായാലും ജീവിതമായാലും അതിനി നിൻ്റെ കൂടെ മാത്രം. എന്നാൽ ഈ നവോമി എത്ര നിർബന്ധിച്ചിട്ടും രൂത്ത് കേൾക്കാത്തത് കൊണ്ട് ഈ നവോമി എന്തു ചെയ്തു? രൂത്തിനെയും കൂടെ കൂട്ടി സ്വന്തം ദേശത്തേക്ക് യാത്രയായി. ഈ സ്വന്തം ദേശത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒന്ന് ഓർത്ത് നോക്കിയേ, എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് പോയതാ, ഒന്നുമില്ല. എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു നന്മ ദൈവം ആർക്കൊരുക്കിയായിരുന്നു? ഈ രൂത്തിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? രൂത്തിന് വേണ്ടി ഈ ബെത്ലഹേമിൽ ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ദൈവം ഇവരെ രക്ഷിക്കുവാൻ, ഇവരെ വിടുവിക്കുവാൻ ഒരു മനുഷ്യനെ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒരു പ്രതീക്ഷയില്ലാഞ്ഞിട്ടും ഒന്നുമില്ലാഞ്ഞിട്ടും തൻ്റെ അമ്മായിയമ്മയെ വിട്ടുപിരിയാതെ രൂത്ത് അമ്മായിയമ്മയോട് ചേർന്ന് നിന്നതുകൊണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ്റെ പേരെന്താണെന്നറിയാമോ? ബോവസ് എന്നായിരുന്നു ആ വീണ്ടെടുപ്പുകാരൻ്റെ പേര്. ഇവിടെ ഈ അമ്മായിയമ്മയോട് ചേർന്ന് വിശ്വസ്തയോടെ രൂത്ത് നിന്നപ്പോൾ അവളുടെ ജീവിതത്തെയും അമ്മായിയമ്മയുടെ ജീവിതത്തെയും അനുഗ്രഹമാക്കിയ ഒരു ദൈവമാണ്. ഒരു വീണ്ടെടുപ്പുകാരനെ കൊടുക്കുക മാത്രമല്ല ചെയ്തത്. നമ്മൾ പിന്നീട് വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ യേശു അപ്പച്ചൻ്റെ തലമുറ പറയുമ്പോൾ, അല്ലെങ്കിൽ യേശു അപ്പച്ചൻ്റെ വംശപാരമ്പര്യം പറയുമ്പോൾ അവിടെ ആരുകൂടെയുണ്ട്? ഈ രൂത്ത് കൂടെ അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് വന്നതെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നപ്പോഴും ഈ അമ്മായിയമ്മയെ ഉപേക്ഷിക്കുവാനായിട്ട് ആര് തയ്യാറായില്ല? രൂത്ത് തയ്യാറായില്ല, ചേർന്ന് നിന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് നമുക്കെന്തുവാ മനസ്സിലായത്? നമ്മുടെ ജീവിത അനുഭവങ്ങളും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. രൂത്തിന് വേണ്ടി കരുതിയ ഒരു ദൈവം, നവോമിക്ക് വേണ്ടി കരുതിയ ഒരു ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതത്തിലും കരുതുവാൻ മതിയായവനാണ്. നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, മറിച്ച് നമ്മുടെ ഭാവി ആരുടെ കരങ്ങളിൽ കൊടുക്കണം? ദൈവത്തിൻ്റെ കരങ്ങളിൽ, യേശുപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചാൽ നമ്മുടെ ഭാവിയെ അനുഗ്രഹമാക്കുന്നവനാണ് ആര്? നമ്മുടെ യേശുപ്പച്ചൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ യേശുപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ സമർപ്പിച്ചാൽ, യേശുപ്പച്ചനോട് ചേർന്ന് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലും നന്മയും
അനുഗ്രഹവും നൽകുന്നവനാ. നമ്മളുടെ ഭാവിയെ അനുഗ്രഹമാക്കുന്നവനാണ് ആര്? നമ്മുടെ യേശുപ്പച്ചൻ. അതുകൊണ്ട് ഈ യേശുപ്പച്ചനോട് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. യേശുപ്പച്ചനെ ആത്മാർത്ഥമായി നമുക്ക് സ്നേഹിക്കാം. അതിന് സർവേശ്വരൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തയാഴ്ച കാണാം. ബായ്. ഹലോ, ഇവിടെ ആരുടെയൊക്കെ കേട്ടത് കഥ? രൂത്ത്, നവോമി, പറഞ്ഞേ. ഓർപ്പ. ശരിയാ, കറക്റ്റാ. നവോമിയുടെ ഭർത്താവിൻ്റെ പേര് എലിമലേക്ക്. അവൾക്ക് 2 ആൺപിള്ളേരുണ്ടായിരുന്നു. പറയാമോ? മഹലോനും കില്ലിയോനും. ഈ മഹലോനും കില്ലിയോനും കല്യാണം കഴിച്ച 2 പേരാണ് റൂത്തും ഓർപ്പായും. ആണോ? ആ. കുഞ്ഞുങ്ങളെ, ഇവരുടെ ജീവിതത്തിൽ മാറാടെ അനുഭവം ഉണ്ടായി. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചു. ദൈവം വഴി നടത്തി, ശക്തി നൽകി, കൃപയിൽ അവിടുന്ന് നിലനിർത്തി. പൊന്നു തമ്പുരാൻ്റെ മഹിമയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ കൊടുത്തു. നമുക്കും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. എന്താ 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 കാര്യം പറ? നീ ഇത്രയും ചിരിക്കുന്നതിന്റെ കാര്യം എന്താ? അയ്യോ, ഞാൻ ചിരിച്ച് ചത്തേന്നാ പറയുന്നത്. നീ കാര്യം പറ മീനു. അതെ, എന്താ കാര്യം? അതെ, ഞാനേ ആ ചിഞ്ചുവിന്റെ കാര്യം ഓർത്തങ്ങ് ചിരിച്ചു പോയോ. എന്താ ചിഞ്ചുവിന് എന്തോ പറ്റി? അവരോട് തെന്നി വീണു. അയ്യോ, ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ നീ ഇങ്ങനെ ചിരിക്കുന്നത് ശരിയാണോ? ഇങ്ങനാണോ ഒരു നല്ല കുട്ടി ചെയ്യുന്നത്? അവിടെ വീഴ്ച കാണാൻ നല്ല രസമാണ്. അവളുടെ വീഴ്ച കാണാൻ നല്ല ശരിയായ കാര്യമല്ല, തെറ്റായ കാര്യം ചെയ്ത ഒരാളുടെ തിന്മയിൽ സന്തോഷിക്കുന്നത് നന്മയല്ല. അങ്ങനെയെങ്കിൽ അവൾക്ക് പറ്റിയ വീഴ്ചയെ അവളെ സഹായിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ആണോ? അങ്ങനെ സഹായിക്കാനോ? ബാ സഹായിക്കാം. അത് ഇന്നലെയായിരുന്നോ നടന്നത്? ഓ, ഇന്നലെയാണോ നടന്നത്? ഓക്കെ, ഇവിടെ പറയുന്നത് ഇന്നലെയാണ് നടന്നത്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഇമോഷൻസിനെ ചില കൂട്ടുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില കൂട്ടുകാരാണെങ്കിൽ ചിരി വന്നു കഴിഞ്ഞാൽ ചിരി നിർത്താൻ പറ്റുന്നില്ല. എനിക്കങ്ങനെ. ഓക്കെ, ഇവക്കങ്ങനെ. ചിലർക്കാണെങ്കിൽ കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്കാണെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനേ അറിയത്തില്ല. എൻ്റെ ക്ലാസ്സിൽ ടിൻഡുമോൾ അങ്ങനെ. ഓക്കെ, ഇവിടെ ക്ലാസ്സിൽ ടിൻഡുമോൾ അങ്ങനെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ആ ദൈവബന്ധത്തിൽ കൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്നത്. പല കൂട്ടുകാർക്കും പറയും, എനിക്കാണെങ്കിൽ ഒരു ഇമോഷൻസും ഇല്ല. ഇമോഷൻസ് ആർ പാർട്ട് ഓഫ് അവർ ലൈഫ് എന്നാണ് പറയുന്നത്. ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. വേദനകളും ദുഃഖങ്ങളും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് അത് ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ ടൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നാ ടൂളെന്ന് ഞാൻ പറഞ്ഞു തരാം. പറയാൻ പോവാ, നീ വെപ്രാളം പിടിക്കാതെ. ഇങ്ങനൊരു കൊട്ടേഷനുണ്ട്: വികാരമല്ല വിവേകമാണ് വേണ്ടത്. എന്തോന്നാ? വികാരമല്ല വിവേകമാണ് വേണ്ടത്. ഓക്കെ ഓക്കെ. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. വിസ്ഡം ബെറ്റർ ദാൻ ഇമോഷൻസ് എന്നൊരു കൊട്ടേഷനുണ്ട്. അങ്ങനെയെങ്കിൽ വികാരമല്ല വിവേകമാണ്. വിവേകത്തോടെ പ്രവർത്തിക്കുന്നവർക്കാണ് വിജയം ഉണ്ടാകുന്നത്. ബൈബിളിൽ ഒരുപാട് ആൾക്കാരെ പറ്റി അങ്ങനെ വിവേകം പ്രാപിച്ച ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. മക്കളെ, വിവേകം നമുക്ക് ആർജിച്ചെടുക്കാം. ദൈവത്തോടൊപ്പം നമുക്ക് നിലകൊള്ളുവാൻ. ഒരിക്കലും വികാരത്തിൻ്റെ അടിമപ്പെട്ട് ജീവിതങ്ങളെ നശിപ്പിച്ച് കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ചിലരാണെങ്കിൽ കണ്ടിട്ടുണ്ട്,
ഒരു ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടായി, കൂട്ടത്തല്ലാണ്. അങ്ങനെ നിൻ്റെ ക്ലാസ്സിലും ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ? ആ ചേട്ടന് എങ്ങനെ മനസ്സിലായി? ഓ, എനിക്കങ്ങനെ മനസ്സിലായി, എനിക്കറിയാം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഫ്രണ്ട്സ്, ഒരു ചെറിയ കാര്യം മതി എല്ലാവരും കൂടെ അടിയുക, അങ്ങനെയെങ്കിൽ കൂട്ടത്തല്ലിലോട്ട് പോവുക. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ന് ക്രൈമുകൾ പല പോലീസ് സ്റ്റേഷനുകളിലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്യാം. ഇമോഷണൽ കൺട്രോൾ ടൂളാണ് വിസ്ഡം എന്ന് പറയുന്നത്. ദൈവം അത് ആർജിച്ചെടുക്കുവാൻ നല്ലവരായ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞാനും ആർജിച്ചെടുക്കും. ഇവളും ആർജിച്ചെടുക്കും. അതിന് ദൈവം നമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. സ്കൂളിൽ അടി ഉണ്ടാക്കാറുണ്ടോ? ജോഷുവ, ജോനഥൻ അടി ഉണ്ടാക്കാറുണ്ടോ? ആ, അടി ഉണ്ടാക്കും. എന്തിനാ അടി ഉണ്ടാക്കുന്നത്? ഇവൻ എൻ്റെ പെൻസിൽ എടുത്തു, ഇവൻ എൻ്റെ റബ്ബർ എടുത്തു, ഇവൻ എൻ്റെ ബാഗ് എടുത്തു, പേപ്പർ എടുത്തു, ബുക്ക് എടുത്തു. കരയാറുണ്ടോ? ആ, അടി ഉണ്ടാക്കുന്നത് വീട്ടിൽ പോയി പറയും, മമ്മി ജോഷുവ എന്നെ അടിച്ചു, ജോനത്താൻ എന്നെ ഇടിച്ചു. മക്കളെ, വികാരമല്ല വലുത്, വിവേകമാണ് വലുത്. അറിവിനേക്കാൾ വലുത് തിരിച്ചറിവാ. അങ്ങനെയെങ്കിൽ വികാരത്തേക്കാൾ വലുത് വിവേകമാണ്. വിവേകത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ വാവ, കൂടെ കളിക്കാൻ വാവ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. ഈശോയെ വാവ, കൂടെ കളിക്കാൻ വാവ. നക്ഷത്രപ്പൂക്കൾ കൊണ്ട് ആലയൊന്ന് കോർത്തു തരാം. നസറേത്തിൻ രാജാവിൻ ഓശാന പാടാൻ വരാം. നിന്റെ പൂമുഖം കണ്ടു നിന്നിടാം. കൈപിടിച്ചൊരായിരം ഉമ്മ നൽകിടാം. കൂട്ടുകൂടുവാ നീ വരില്ലയോ? കുഞ്ഞിലൻ കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ വാവ, കൂടെ കളിക്കാൻ വാവ. ഒരു നാളും പാവത്തിൽ വീയാതെ നീങ്ങിടുവാൻ, അടിവേറെ സ്നേഹത്തിൽ എന്നാളും താങ്ങിടുവാൻ. നീ വരണമേ, കാത്തിടണമേ, നിന്റെ മാറിൽ ഞങ്ങളെ ചേർത്തിടണമേ. നീ വരണമേ, കാത്തിടണമേ, നിന്റെ മാറിൽ ഞങ്ങളെ ചേർത്തിടണമേ. കുഞ്ഞുമക്കളെ വിശുദ്ധരാക്കണേ. ഈ പാടാൻ നേടാം പ്രോഗ്രാമിൽ എൻ്റെ കൊച്ചു ചിത്രശലഭങ്ങൾക്ക് പങ്കെടുക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഈ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾ മൊബൈൽ ഈ വിധത്തിൽ പിടിച്ച് 2 മിനിറ്റിൽ കുറയാതെ പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് ഞാൻ കഴിച്ചു തരാമെങ്കിൽ വരുന്ന ആഴ്ച ജോഷുവ, ജോനഥൻ, ജോബിൻ ആരെങ്കിലും പാട്ട് ഇവിടെ നമുക്ക് കേൾക്കാം, നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ബൈ.